നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കുറേ പേര് അത് കണ്ടിട്ടില്ല എന്നെനിക്കറിയാം, എങ്കിലും ഞാൻ അതൊന്നും കൂടെ പറയാണ്. നമ്മൾ പിമ്പിൾ റിലേറ്റഡ് ആയിട്ട്, അതായത് നമുക്ക് പിമ്പിൾസ് വന്നാൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുക ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു 4 പ്രോഡക്ട്സ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് അത്രയും അടിപൊളി പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു ഓവർനൈറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ പഫുള്ളായിട്ടിരിക്കുന്ന പിമ്പിൾസൊക്കെ ഒന്ന് മാറ്റി അത് ഭയങ്കരമായിട്ട് പൊങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റാൻ പറ്റിയ രീതിയിലുള്ള പ്രോഡക്റ്റ് വരെ ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആദ്യം അതൊന്ന് പോയി കാണാൻ നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ പിമ്പിൾസ് ഒക്കെ വന്ന് പോയി കഴിയുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണല്ലോ ഈ ഒരു ആക്നെ മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്നെ മാർക്സ് ഉണ്ടെങ്കിലോ ഓപ്പൺ പോസ് ഉണ്ടെങ്കിലോ ഇതൊക്കെ പോവാനായിട്ടുള്ള ഒരു 3 അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് നോക്കി, എനിക്ക് വർക്കായിട്ടുള്ള ഒരു 3 സാധനങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൽ പറയാനുള്ളൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പിമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിമ്പിൾ ഉണ്ടെങ്കിൽ ആദ്യം പിമ്പിൾ മാറാനായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ ചെയ്യേണ്ടത്. അതായത് പിമ്പിൾ മാറാനായിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. എനിക്കറിയാം, പിമ്പിൾ ഉള്ള ടൈമിൽ നമ്മുടെ സ്കിന്ന് ഏറ്റവും മോശപ്പെട്ട ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് സ്കിൻ നല്ല ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്കിന്നിൽ ഭയങ്കര ഡള്ളായിട്ട് കരുവാളിപ്പ് വരാനും പിന്നെ അതേപോലെ തന്നെ പാടുകൾ വരാനും ഓപ്പൺ പോർസ് വരാനും ഒക്കെ ചാൻസ് ഉള്ളൊരു ടൈമാണ് അല്ലേ. അപ്പോൾ ആദ്യം പിമ്പിൾ മാറ്റാം. പിമ്പിൾ മാറ്റി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കരുവാളിപ്പാണെങ്കിലോ ഇനി ഓപ്പൺ പോർസ് ഒക്കെ ആണെങ്കിലോ, ഇനി അതല്ല നമുക്ക് സ്കിന്നിൽ ഈ പാടുകളുണ്ടല്ലോ, മെയിൻ പ്രശ്നം പിമ്പിൾ പോയി കഴിഞ്ഞിട്ട് വരുന്ന പാടുകളാണ്. അപ്പോൾ അത് മാറാനായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പോൾ ഞാനിവിടെ ആദ്യം കാണിക്കുന്ന 2 സെറാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഈ പാടുകളൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ പിമ്പിൾ ഇല്ലാത്തവരാണ് കേട്ടോ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വൈറ്റമിൻ സി സെറത്തിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു വൈറ്റമിൻ സി സെറാണ് ഈ ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി സെറാണ് കേട്ടോ. ഇത് 10% വൈറ്റമിൻ സി പ്ലസ് ഈ സൂപ്പർ ബ്രൈറ്റ് ഫേസ് സെറമാണ്. 5% നിയാസിനമൈഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വൈറ്റമിൻ സി ആൻഡ് ഇ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവാനും നമുക്ക് സ്കിന്നുകളിൽ പാടുകളുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു 10% ആണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 5% നിയാസിനമൈഡ് ഉണ്ട് അല്ലേ. അപ്പോൾ നിയാസിനമൈഡ് നമുക്ക് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണത്? നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് വരുന്ന ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടല്ലോ, എൻലാർജ് ആയിട്ടുള്ള പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നിയാസിനമൈഡ്. ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിൽ ഒരു ചെറിയ മാറ്റം വരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല സൺടാൻ ഉണ്ടെങ്കിൽ അതും മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു സംഭവമാണ്. ഇതിൽ ഓറഞ്ചിൻ്റെയും അതുപോലെ തന്നെ പംപ്കിൻ്റെയും എക്സ്ട്രാക്റ്റ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ മത്തങ്ങ എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് ആണ്, ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതേപോലെ ഈ ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ വരുന്ന പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഡോട്ട് ആൻഡ് കീയുടെ 10% വൈറ്റമിൻ സി സെറാണ്, നിയാസിനമൈഡും ഉണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ എനിക്ക് വർക്കായിട്ടുള്ളൊരു സെറാണ് കേട്ടോ. അതാണ് ഈ ഡെർമാക്കോയുടെ 2% കോജിക് ആസിഡ് സെറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോജിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവാണ്. അത് നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷനെ ആയാലും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സിനെ ആയാലും ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ആക്കുന്ന ഒരു സംഭവമാണ്. ഇതിലും നിയാസിനമൈഡ് ഉണ്ട് കേട്ടോ. ഇതിൽ നിയാസിനമൈഡ് മാത്രമല്ല 1% ആൽഫ ആർബ്യൂട്ടിൻ, കോജിക് ആസിഡ് 2% ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്. ഡേ ആൻഡ് നൈറ്റിൽ നമുക്കിത് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ്, അൺഈവൻ സ്കിൻ ടോൺ ആണെങ്കിൽ, അതായത് നമ്മുടെ ഈ ചുണ്ടിന് ഒരു നിറം, നെറ്റിക്ക് ഒരു നിറം, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആക്നെ മാർക്സ് ഉണ്ടെങ്കിലും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ സെറവും അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട. ഏതെങ്കിലും ഒരെണ്ണം ഡേയിലും ഏതെങ്കിലും ഒരെണ്ണം നൈറ്റിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 2 ദിവസം ഇതിട്ടിട്ട് ബാക്കി 2 ദിവസം ഇതിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഉണ്ട്, എനിക്കിത് രണ്ടും അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടമുള്ളതുപോലെ വാങ്ങിക്കാം കേട്ടോ. വൈറ്റമിൻ സി വരുമ്പം അതിൽ നമുക്ക് വൈറ്റമിൻ സി ഉള്ളത് കുറച്ച് ഗ്ലോയിങ് ആണ്, പക്ഷേ വൈറ്റമിൻ സി എല്ലാവർക്കും ചേരണമെന്നില്ല കേട്ടോ. അപ്പോൾ 10% അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു വൈറ്റമിൻ സി സെറമൊക്കെ യൂസ് ചെയ്ത ആളാണെങ്കിൽ മാത്രം ഇതിലേക്ക് പോവുക.
ഇല്ലെങ്കിൽ ഏറ്റവും സേഫർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡെർമാക്കോയുടെ 2% കോജിക് ആസിഡ് ഉണ്ട്. ഇതിൽ 3 സാധനങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ആർഫ, ആർബിറ്റിൻ, കോജിക് ആസിഡ് ആൻഡ് നിയാസിൻമൈഡ്. അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഈ 2 സ്ഥലത്തിലും നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതിൻ്റെ റേറ്റോ ബ്രാൻഡോ ഒന്നുമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പലരും കണ്ടിട്ടുണ്ട് ഈ ബ്രാൻഡ് നോക്കിയിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങുന്നത്. നിങ്ങൾ ബ്രാൻഡ് നോക്കിയിട്ടല്ല പ്രോഡക്റ്റ് വാങ്ങേണ്ട, റേറ്റ് നോക്കിയിട്ടല്ല പ്രോഡക്റ്റ് വാങ്ങേണ്ട. നമ്മൾ കൊടുക്കുന്ന റേറ്റിന് വർത്ത് ആണോ പ്രോഡക്റ്റ് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ 2 സ്ഥലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒറ്റ സ്ഥലം വാങ്ങുകയാണെങ്കിൽ ഇതിൽ വൈറ്റമിൻ സി ഉണ്ട്, അതേപോലെ തന്നെ നിയാസിനമൈഡ് ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ടാനൊക്കെ ഉള്ളൊരു സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലൊരു സെറമാണ്. അതേപോലെ ഈ ഡെർമാക്കോയുടെ സെറം നോക്കുകയാണെങ്കിൽ ഇതിൽ കോജിക് ആസിഡും വരുന്നുണ്ട്, നിയാസിനമൈഡ് വരുന്നുണ്ട്, ആൽഫ ഹാബിറ്റും വരുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടൻറ്റ് കൂടുതലുള്ളത് നോക്കി വാങ്ങുന്നതാണ് നമ്മുടെ സ്കിൻ ടൈപ്പിന് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ വേണമെങ്കിൽ വേറെ വാങ്ങാം. അതായത് ഈ നിയാസിനമൈഡ് സെറം മാത്രമായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ വേണം. ഇതിൽ ഓൾറെഡി ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കാം. അപ്പം നമുക്ക് ഓരോ ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ 3 സെറത്തിൻ്റെ ഗുണമാണ് കേട്ടോ കിട്ടുന്നത് ഈ 2ലും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വാങ്ങി യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ഒരു മെഡിക്കേറ്റഡ് ക്രീമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. സേഫർ ആയിട്ടുള്ള ഒരു മെഡിക്കേറ്റഡ് ക്രീമാണ് ഇത്. നിങ്ങൾക്ക് ഒരു 3 months വരെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം ഇതൊക്കെ മെഡിക്കേറ്റഡ് ക്രീമാണ്, സേഫർ സൈഡിലുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ആരും പൊങ്കാലയിടാൻ വരണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് മാത്രം, അതായത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇതൊരു വൈറ്റനിങ് ക്രീം അല്ല കേട്ടോ പറയുന്നത്. നമുക്ക് ഈ ആക്നെ മാർക്സ് ഉണ്ടല്ലോ അത് പോവാനും പിഗ്മെൻറ്റേഷൻ പോവാനും നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്താലും അതിനൊരു ടൈം എടുക്കുമല്ലോ. അപ്പം ഇതിലേതെങ്കിലും ഒരു സെറത്തിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമാണ് ഇതാണ് കേട്ടോ. NG ഗ്ലോ ക്രീം എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് ഇവിടെ ശരിക്കും ഇത് കാണുന്നില്ലല്ലോ. ഞാൻ ഈ പ്രോഡക്റ്റ് 3ഉം ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഫ്ലിപ്കാർട്ടിൽ വാങ്ങാൻ കിട്ടുമേ. അപ്പോൾ ഇതിൽ കുറേ കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് എത്രയാണ് റേറ്റ് എന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഒരു 200 രൂപയ്ക്ക് അകത്തുള്ളൊരു ക്രീമാണ് കേട്ടോ. ഇതിൽ ഒരുപാട് കണ്ടൻറ്റ് ഉണ്ട്. ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, കോജിക് ആസിഡ് ഉണ്ട്, ആർബിറ്റിൻ ഉണ്ട്, പിന്നെ പൈൻ ബാർക്ക് എക്സ്ട്രാക്റ്റ് ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ അടങ്ങിയ ഒരു ക്രീമാണ് കേട്ടോ. ഒരൊറ്റ ക്രീമിൽ തന്നെ കുറേ കണ്ടൻറ്റ് ഉള്ള ഒരു ക്രീമാണ് ഇത്. നമുക്ക് മുഖത്ത് വരുന്ന പാടുകളുണ്ടെങ്കിൽ, അതായത് ഈ കറുത്ത പാടുകളുണ്ടല്ലോ, പിമ്പിൾ വന്നിട്ട് പോയിട്ടുള്ള കറുത്ത പാട്, അതേപോലെ തന്നെ വെയിൽ കൊണ്ടിട്ട് ചിലർക്ക് ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ മാത്രം ഇങ്ങനെ ഈ നെറ്റിയിൽ ഇത്രയും ഭാഗം മാത്രം നല്ല കറുത്ത് ടാൻ അടിച്ചിട്ട് കറുത്തിരിക്കുന്ന പോലൊരു ഫീല്, നമ്മുടെ ചുണ്ട് റൗണ്ടിൽ ചുണ്ട് കറുത്തിരിക്കുന്ന ഫീല്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ ഇത്. അങ്ങനെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലോ കറുത്ത പാടുകൾ ഉണ്ടെങ്കിലോ ഇതിൽ പോവും. പക്ഷേ ഒരു 2 monthsോളം നമ്മളിത് യൂസ് ചെയ്യണം കേട്ടോ. ഒരു ഫസ്റ്റ് മന്തിൽ തന്നെ നമുക്ക് ഒരുവിധം നല്ല രീതിയിൽ മങ്ങുന്നതാണൊക്കെ തോന്നും. മാത്രമല്ല സ്കിന്നും കരുവാളൊക്കെ കരുവാടെന്ന് പറയുന്ന പോലെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് ഒന്ന് ബ്രൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ. NG ഗ്ലോ ക്രീമാണ് ഇത്. ഫ്ലിപ്കാർട്ടിൽ കിട്ടും. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറുകളിലും ഇത് വാങ്ങാൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം കേട്ടോ. അത്യാവശ്യം നല്ലതാണ്. നമ്മളിത് ഒന്നെങ്കിൽ നിങ്ങളൊരു 4 മണിക്കൂർ നമ്മൾ നൈറ്റ്, ഞാനിതൊരു 6, 7, 8, 9, 10, 11 മണി വരെ വൈകിട്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഒരു 6 മണിക്ക് ഞാനിത് രാത്രിയിൽ ഇടുകയാണെങ്കിൽ ഒരു കിടക്കുന്നതിനൊരു 11 മണിയൊക്കെ ആകുമ്പോൾ മുഖം കഴിയുമ്പോൾ കളഞ്ഞിട്ട് ഞാൻ എൻ്റെ തന്നെ നമ്മുടെ നൈറ്റ് ക്രീം ഉണ്ടല്ലോ, വൈറ്റനിങ് ആയിട്ടുള്ള നൈറ്റ് ക്രീം, അതിട്ടിട്ടാണ് കിടക്കുന്നത്. അങ്ങനെയല്ല നിങ്ങൾ വേറെ നൈറ്റ് ക്രീം ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സെറം അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഞാനിപ്പോൾ 2 സെറം കാണിച്ചല്ലോ, ഇതിലേതെങ്കിലും ഒരു സെറം അപ്ലൈ ചെയ്തിട്ട് നൈറ്റിൽ ഈ ഒരു ക്രീമും കൂടി ഇട്ടിട്ട് കിടന്നുറങ്ങിയാൽ മതി. രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ക്രീം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു കോജിക് ആസിഡിൻ്റെ സെറം പെയർ ചെയ്ത് യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഡേ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെറത്തിന് പകരം ഈ ഒരു സെറോ അല്ലെങ്കിൽ ഈ സെറോ യൂസ് ചെയ്തിട്ട്
നൈറ്റിൽ ഈ ഒരു ക്രീമും അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഈ ഒരു ക്രീം മാത്രം യൂസ് ചെയ്യുന്നതിലും നല്ലത് ഇതിൽ ഞാനിപ്പോൾ കാണിച്ചു തന്ന 2 സെറത്തിൽ ഏതെങ്കിലും ഒരു സെറവും കൂടെ ചേർത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് 3ആണ് പ്രോഡക്റ്റ്. കുറേ പേരായിട്ട് കുറേ കാലമായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി പിമ്പിൾ ഞാൻ പറഞ്ഞു തന്ന മറ്റേ നമ്മുടെ ഡിറൈവ ക്രീം ഉണ്ടല്ലോ അതിൽ മാറുന്നുണ്ട്, പക്ഷെ പിമ്പിൾ വന്നിട്ട് ഈ പോയ പാടുകൾ ഓരോ തരത്തിൽ അങ്ങോട്ട് പോകണില്ല. അത് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടെന്ന് കുറേ പേരായിട്ട് എന്നോട് ചോദിച്ചല്ലേ. ഞാൻ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, കുറേ ക്രീംസ് ട്രൈ ചെയ്ത് നോക്കി, എനിക്കൊന്നും വർക്കൗട്ട് ആയില്ല. ലാസ്റ്റ് എനിക്ക് വർക്കൗട്ടായ 3 സാധനങ്ങളാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ട് നിങ്ങളോട് ഇതിപ്പോൾ പറഞ്ഞു തന്നത്. എനിക്കിത് വർക്കൗട്ട് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് മാറിയില്ല എന്നും പറഞ്ഞ് വരരുത്. 1 മാസമെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യുക, അതിൻ്റേതായ ടൈം കൊടുക്കുക കേട്ടോ. എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ 1 മാസം കഴിഞ്ഞിട്ടായാലും നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ബാക്കി കാണുന്നവർക്ക് അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വീഡിയോസിന് വേണം. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.